പോലീസുകാരിയെ SI ബലാത്സംഗം ചെയ്തു. കേസ് ഒതുക്കി തീർക്കാൻ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് ഇത്. KAP 3-ാം ബറ്റാലിയനിലെ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് സ്റ്റാർമോർ പിള്ളയാണ് ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ കീഴിലെ സൈബർ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു അനു ആൻ്റണി എന്ന് പറഞ്ഞ ഒരു സിവിൽ പോലീസ് ഓഫീസർ. സംഭവം ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ നവംബർ 16-ാം തീയതി കഴിഞ്ഞ വർഷം അനു ആൻ്റണിയെ ഇരയായ പെൺകുട്ടി വിവരം പറഞ്ഞു. തന്നെ തൻ്റെ SI ബലാത്സംഗം ചെയ്തു എന്ന് അവരുടെ സുഹൃത്ത് അനു ആൻ്റണിയെ അറിയിച്ചു. അനു ആൻ്റണി ഈ വിവരം അവരുടെ മറ്റൊരു സുഹൃത്തായ സിവിൽ പോലീസ് ഓഫീസർ അറിയിച്ചു. അവർ മുഖേന KAP അസിസ്റ്റൻ്റ് കമാൻഡൻറ്റിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് അദ്ദേഹം വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമായി. മെഡിക്കൽ പരിശോധനയ്ക്ക് അത് എവിഡൻസ് നശിക്കാതിരിക്കാൻ ഇമ്മീഡിയറ്റായിട്ട് മെഡിക്കൽ പരിശോധന നടത്തിയത് നല്ല കാര്യം. പക്ഷേ 3 ദിവസമായിട്ട് അത് പതുക്കി വെച്ചു. ഈ സംഭവം പോലീസ് റിപ്പോർട്ട് ചെയ്യണം, അത് ചെയ്തില്ല ലോക്കൽ പോലീസിൽ. അതിന് പകരം അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് അത് മെഡിക്കൽ പരിശോധന നടത്താൻ അവരെ പറഞ്ഞയച്ചു, അത് നടത്തിച്ചു. അതിനുശേഷം 3 ദിവസമായിട്ട് ഇത് ബാർഗെയിൻ ചെയ്തു. ഈ പ്രശ്നം ഒതുക്കി തീർത്ത് കളയാം. 25 ലക്ഷം രൂപ സ്റ്റാർമോർ പിള്ളയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ്. അദ്ദേഹം മുതലെടുത്തതാണോ എന്നറിയില്ല, മറ്റേ സ്ത്രീക്ക് കൊടുത്ത് പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചതാണോ എന്നറിയില്ല. അതിനൊന്നും വകുപ്പില്ല. ഇതൊരു റേപ്പാണ്. കാരണം നവംബർ 16-ന് 2024 ആ ഇരയായ ലേഡി സിവിൽ പോലീസ് ഓഫീസർ തന്നെ തൻ്റെ സബ് ഇൻസ്പെക്ടർ റേപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല, നിയമപരമായ നടപടി എടുത്തേ പറ്റുള്ളൂ. സൈബർ ഓപ്പറേഷനിലെ ഒരു റൈറ്ററാണ് അനു ആൻ്റണി. അപ്പോൾ അവരോടാണ് പീഡനത്തിന് വിധേയമായ ലേഡി സിവിൽ പോലീസ് ഓഫീസർ ഈ റൈറ്റർ എടുത്ത് വിവരം പറഞ്ഞു. അവർ നേരിട്ട് സ്റ്റാർമോൻ പിള്ള അസിസ്റ്റൻ്റ് കമാൻഡൻറ്റിനെ അറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത മറ്റൊരു സിവിൽ പോലീസ് ഓഫീസർ അറിയിച്ചു. അവർ മുഖേന അവർ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റിനെ വിവരം അറിയിച്ചു. അന്നേരമാണ് അദ്ദേഹം മെഡിക്കൽ പരിശോധനയ്ക്ക് ഇവരെ പറഞ്ഞയക്കും. 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രശ്നം തീർക്കാം, അല്ലെങ്കിൽ ഗുരുതരമാവും കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നീങ്ങിയത്. 3 ദിവസമായിട്ട് പോലീസിൽ പറഞ്ഞുമില്ല, കാരണം അതിന് നിയമ നടപടിയിലോട്ട് പോയുമില്ല. ഒരു കോഗ്നിസബിൾ ഓഫൻസ് അല്ലേ, അത് ആരറിഞ്ഞാലും പോലീസ് പറയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ അതുണ്ടായില്ല, പതുക്കി വെച്ചു. വിവരങ്ങൾ അങ്ങ് മുകളിലോട്ട് മേലുദ്യോഗസ്ഥരെ അറിയുകയും ചെയ്തു. DGP വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഈ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് സ്റ്റാർമോൻ പിള്ള എന്ന KAPയിലെ 3-ാം ബറ്റാലിയനിലെ ആ ഉദ്യോഗസ്ഥനെ അവരോട് വിവരം പറഞ്ഞ അനു ആൻ്റണിയെയും 2 പേരെയും സസ്പെൻഡ് ചെയ്തു. അത് നിയമപരമായി കൃത്യമായ നടപടി തന്നെ, യാതൊരു സംശയമില്ല. പക്ഷേ ഒരു മോശ വിചാരം സ്റ്റാർമോൻ പിള്ളയ്ക്ക് ഉണ്ടായത് എങ്ങനെ? അതാണോ നടപടി? അത്ര അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് ഒരു ഉന്നത പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി ഈ വിവരം അറിഞ്ഞപ്പം ഇമ്മീഡിയറ്റായിട്ട് അത് ആദ്യം ചെയ്ത കാര്യം നല്ല കാര്യം, മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ച് ഉടനെ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ച് നടപടി എടുക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ മൊഴി അല്ലെങ്കിൽ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പരിസരത്ത് വെച്ച് തന്നെ ലോക്കൽ പോലീസ്, അവിടുത്തെ വനിതാ SIയോ അല്ലെങ്കിൽ വനിതാ പോലീസോ ആരെങ്കിലും വന്ന് ഈ ലേഡിയുടെ മൊഴിയെടുക്കുക എന്നുള്ളതാണ് നിയമപരമായ കാര്യം. അത് ചെയ്തില്ല. അതിന് പകരം അദ്ദേഹം 3 ദിവസം ഇത് ഒളിച്ചു വെച്ചു. 25 ലക്ഷം രൂപയുടെ ഒരു പരിപാടി നടത്താനായിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒതുക്കി തീർക്കാവുന്നതാണ് അദ്ദേഹം ധരിച്ചത്. എന്തായാലും ആ സ്റ്റാർമോൻ പിള്ളയുടെ നടപടി അതൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരിക്കലും നിരക്കുന്നതല്ല. അത് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ വിൽഫ്രഡ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആ വിവരത്തിന് മുന്നോട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം 25 ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തീർക്കാമെന്ന് അദ്ദേഹം കരുതി. അത് ഏതായാലും നടന്നില്ല. വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ കൂടെ അങ്ങ് പോയി. വിവരം മേലുദ്യോഗസ്ഥർ അറിഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് അസിസ്റ്റൻ്റ് കമാൻഡൻറ്റിനെയും അനു ആൻ്റണിയെയും DGP സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലും അതുപോലെയുള്ള യൂണിറ്റുകളിലെല്ലാം, ആംഡ് പോലീസ് ബറ്റാലിയനിലെ എല്ലാ യൂണിറ്റുകളിലും ഇപ്പം
ഒരു 10-20% വനിതകൾ എത്തിക്കഴിഞ്ഞു. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട, എപ്പോഴും ഒന്നിച്ച് ജോലി ചെയ്യേണ്ടയും ഒരേ സ്ഥലത്ത് രാവും പകലും ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു ആവശ്യം ഈ സ്ത്രീകൾക്കുണ്ട്. അപ്പം പുരുഷന്മാരായ ഉദ്യോഗസ്ഥർ അവരോട് തൻ്റെ സഹപ്രവർത്തകരാണ് എന്നുള്ള രീതിയിലും മാന്യമായിട്ട് പെരുമാറേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതുപോലുള്ള ഇടപഴകി ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് വരുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടാവും. അതൊക്കെ നമ്മുടെ സംസ്കാരം കൊണ്ട് പിടിച്ചു നിർത്താനേ കഴിയുള്ളൂ. അതിനും ഡിസിപ്ലിൻ വേണം. പോലീസിലുള്ള ഡിസിപ്ലിൻ സംസ്കാരം കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പം ഒരു 10-20% വനിതാ സബ് ഇൻസ്പെക്ടർമാരും വനിതാ പോലീസും ഒക്കെ എത്തിക്കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് അവിടെ ചെന്ന് അവരോട് നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ അവസരമായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥകളെ അവരെ മോശമായി പെരുമാറുകയും മറ്റു രീതിയിലുള്ളൊരു കണ്ണുകൊണ്ട് അവരെ കാണുകയും ചെയ്യുന്നത് ഡിസിപ്ലിനെതിരാണ്. അത് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആ സഹപ്രവർത്തകരെ കാണിക്കുന്ന നിന്ദ്യമായ ഒരു പ്രവൃത്തി തന്നെ. അവർ ജോലിക്ക് വന്നു, നമ്മൾ ജോലിക്ക് വന്നു, ഒരേ റാങ്കിലുള്ളവർ ഒരേ ജോലി ചെയ്യുന്നു. ആ സമയത്ത് ഇങ്ങനെയുള്ള സെക്ഷലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു റിമാർക്ക്, അങ്ങനൊരു പെരുമാറ്റം ഒന്നും കരണീയമല്ല, അത് നല്ലതല്ല. കാരണം അതിന് അതിശക്തമായ നടപടി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്നെ വിൽഫ്രഡ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആ ഒരു സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ തിക്ത അനുഭവം ഉണ്ടായത്. അവരെ ഉടൻ തന്നെ അവരുടെ സുഹൃത്തായ അനു ആൻ്റണിയെ അറിയിച്ചു. അനു ആൻ്റണി എന്ത് ചെയ്തു? അവർ നേരിട്ട് അസിസ്റ്റന്റ് കമാൻഡൻ്റ് അടുത്ത് പറയുന്നതിന് പകരം അസിസ്റ്റന്റ് കമാൻഡൻ്റുമായിട്ട് അടുപ്പമുള്ള മറ്റൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ അടുത്ത് പറഞ്ഞു. അവരിൽ കൂടിയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റായിട്ട് അസിസ്റ്റന്റ് കമാൻഡൻ്റ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക, അതായിരുന്നു ചെയ്യേണ്ടത്. അയാൾ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചതിന് അത് ചെയ്ത കാര്യം നല്ലതാണ്. നിയമപരമായി ഇയാൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റായിട്ട് അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കുന്നതോടൊപ്പം തന്നെ പോലീസിനെ അറിയിക്കാൻ, അല്ലെങ്കിൽ പോലീസ് മുഖേന, ലോക്കൽ പോലീസ് മുഖേന മെഡിക്കൽ പരിശോധന നടത്തിയതിന് കുറച്ചുകൂടെ അഭികാമ്യമായിരുന്നു. പക്ഷേ അതല്ല ചെയ്തത്. അദ്ദേഹത്തിന് മോശ വിചാരം വന്നു, സ്വല്പം പൈസ അടിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ ആ നീക്കം നടക്കുന്നത് എങ്ങനെ. ആ വിക്ടീം 25 ലക്ഷം രൂപ എനിക്ക് കിട്ടിയ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. കാരണം പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ഈ ക്യാമ്പിനകത്ത് മാത്രം നിന്നാൽ മതി, വെളിയിൽ അറിയില്ല, ചിലപ്പോൾ പൈസ വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കാം. കാരണം അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് വാങ്ങിച്ച എന്തിനാണ്, ഇങ്ങേർക്കൂടെ പ്രയോജനപ്പെടും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റവരത് ചോദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്ര വലിയ എമൗണ്ട് ചോദിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അവർ ഒത്തുതീർപ്പിന് റെഡിയാണോ എന്നും നമുക്കറിയത്തില്ല. മേലുദ്യോഗസ്ഥനെ അറിയിച്ചു, നടപടി സ്വീകരിക്കുക, കൃത്യമായ നിയമ നടപടി മേലുദ്യോഗസ്ഥൻ മുഖേന സ്വീകരിക്കാൻ തന്നെയായിരിക്കും അവർ പരാതി കൊടുത്തത്. കാശിന് വേണ്ടി ഒരിക്കലും അവർ ഇതിന് വിധേയമാകില്ല. അതല്ല യഥാർത്ഥത്തിൽ ഉണ്ടായത്. അവർ നിയമപരമായി അവർക്കുണ്ടായ ഒരു അനുഭവം, പ്രത്യേകിച്ച് ഒരു മേലുദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചു, അവരുടെ മേലുദ്യോഗസ്ഥനാണ് ഈ പീഡിപ്പിച്ചത്. അത് ഏത് രീതി ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചോ വിത്ത് കൺസെൻ്റ് ആണോ എന്നൊക്കെ കാര്യം വേറെ. പക്ഷേ അവർ പരാതിപ്പെട്ടിരിക്കുന്നു. അതെന്തായാലും കർശനമായ നടപടിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. ആരെടുത്ത് പറഞ്ഞോ, അനു ആൻ്റണിയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അനു ആൻ്റണിക്ക് വേണേലും അവരെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയാം. ചെയ്തില്ല. അവരുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അവരുടെ അസിസ്റ്റന്റ് കമാൻഡന്റിനെ അറിയിച്ചു. അദ്ദേഹം ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയെല്ലാം മറന്ന് കാശടിക്കാനുള്ള 25 ലക്ഷം രൂപയുടെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ ആദ്യം ഓടി വന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ആ സ്ത്രീ അങ്ങനെ ആവശ്യപ്പെട്ടോ, അത് ഇദ്ദേഹം സ്വന്തമായിട്ടെടുത്ത തീരുമാനമാണോ, അത്രയും വലിയൊരു എമൗണ്ട് ചോദിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം പോലീസിൻ്റെ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.